ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വിവരണത്തിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ആർക്കും ഭേദിക്കാൻ കഴിയാത്തൊരു കോട്ടയുണ്ടായിരുന്നു. അതൊരു തടവറയായിരുന്നു. സാൻ ഫ്രാൻസിസ്കോ ഉൾക്കടലിലെ തണുത്തുറഞ്ഞ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒറ്റപ്പെട്ട ഒരു പാറക്കെട്ട്. അധികാരികൾക്ക് 100% ഉറപ്പായിരുന്നു, അൽക്കാട്രാസിൽ നിന്ന് ആരും രക്ഷപ്പെടില്ല, ഒരിക്കലും. പക്ഷേ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ധീരവും അതിവിദഗ്ധവുമായൊരു ജയിൽ ചാട്ടത്തിന് സാക്ഷിയാകാനായിരുന്നു ആ തടവറയുടെ വിധി. അതെ, ഇന്ന് നമ്മൾ അൽക്കാട്രാസിൽ നിന്ന് നടന്ന ആ ഇതിഹാസതുല്യമായ രക്ഷപ്പെടലിന്റെ ചുരുളഴിക്കാൻ പോവുകയാണ്. ഇതായിരുന്നു ആൽക്കാട്രാസിനെക്കുറിച്ചുള്ള ഔദ്യോഗിക ഭാഷ്യം. പക്ഷേ ഇതൊരു വെറും പ്രഖ്യാപനമായിരുന്നില്ല, അതൊരു താക്കീതായിരുന്നു. സാൻ ഫ്രാൻസിസ്കോ ഉൾക്കടലിന്റെ നടുവിലുള്ള ഈ ദ്വീപ് ഒരു സാധാരണ ജയിലല്ല, അതൊരു കോട്ടയാണെന്ന് ഓർമ്മപ്പെടുത്തൽ. അവിടുത്തെ നിയമങ്ങൾ ലംഘിക്കുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു. തടവുകാരുടെ ശരീരത്തെ മാത്രമല്ല, അവരുടെ ആത്മാവിനെയും പ്രതീക്ഷകളെയും തളച്ചിടാൻ ശേഷിയുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു അത്. ഈ വാക്കുകൾ തന്നെയായിരുന്നു ആ തടവറയുടെ യഥാർത്ഥ മുഖവും. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ തകർക്കാനാവാത്ത കോട്ടയുടെ ഉള്ളറകളിലേക്ക് ഒന്ന് യാത്ര ചെയ്താലോ? അൽക്കാട്രാസ് ദ്വീപ് അതൊരു തടവറ എന്നതിലുപരി മനുഷ്യന്റെ എല്ലാ പ്രതീക്ഷകളെയും തകർക്കാൻ വേണ്ടി തന്നെ രൂപകൽപ്പന ചെയ്ത ഒരിടമായിരുന്നു. കല്ലും ഇരുമ്പും പിന്നെ തണുത്തുറഞ്ഞ വെള്ളവും കാവൽ നിന്ന ആ കോട്ടയുടെ യഥാർത്ഥ ഭീകരത എന്തായിരുന്നു? അവിടെ എത്തുന്ന ഏതൊരാളുടെയും ആത്മവീര്യം കെടുത്തിക്കളയുക, അതായിരുന്നു അതിന്റെ പ്രധാന ലക്ഷ്യം. ദി റോക്ക്, അതായത് പാറ, ഇതായിരുന്നു അൽക്കാട്രാസിന്റെ ഇരട്ടപ്പേര്. അതിന്റെ സ്വഭാവം മുഴുവൻ ആ ഒറ്റ വാക്കിലുണ്ടായിരുന്നു: ഉറച്ചതും തണുത്തതും കീഴടക്കാനാവാത്തതും. സാൻ ഫ്രാൻസിസ്കോയുടെ പ്രകാശപൂരിതമായ തീരത്തുനിന്ന് നോക്കിയാൽ കാണാമെങ്കിലും നാഗരികതയിൽ നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെട്ടത് നിലകൊണ്ടു. അമേരിക്കയിലെ മറ്റു ജയിലുകൾക്ക് തലവേദനയായ, അടക്കി നിർത്താൻ കഴിയാത്തത്ര അപകടകാരികളായ കുറ്റവാളികളുടെ അവസാനത്തെ അഭയകേന്ദ്രമായിരുന്നു ഇവിടം. അൽ കപ്പോണിനെ പോലുള്ള കുപ്രസിദ്ധർ പോലും നിശബ്ദരായത് ഈ പാറക്കെട്ടുകൾക്ക് മുന്നിലാണ്. പക്ഷേ അൽക്കട്രാസിന്റെ ഏറ്റവും വലിയ കാവൽക്കാരൻ ഉരുക്കഴികളോ തോക്കേന്ത്യ ഗാർഡുകളോ ആയിരുന്നില്ല. അതിനു ചുറ്റും അലറുന്ന സാൻ ഫ്രാൻസിസ്കോ ഉൾക്കടലായിരുന്നു. ആ വെള്ളത്തിന്റെ തണുപ്പ് എത്രയാണെന്നറിയുമോ? വെറും 10 ഡിഗ്രി സെൽഷ്യസ്. എല്ലുകളെപ്പോലും മരവിപ്പിക്കുന്ന തണുപ്പ്. പോരാത്തതിന് അതിശക്തമായ അടിയൊഴുക്കുകൾ. ലോകത്തിലെ ഏറ്റവും മികച്ച നീന്തൽക്കാരനെ പോലും നിമിഷങ്ങൾക്കകം പസഫിക് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചുകൊണ്ടുപോകാൻ ശേഷിയുള്ളവ. അതുകൊണ്ട് തന്നെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ഒരു ആത്മഹത്യാശ്രമത്തിന് തുല്യമായിരുന്നു. അതൊരു കൊലയാളി കടലായിരുന്നു. സുരക്ഷയുടെ ഒരു അഭേദ്യമായ കോട്ട തന്നെയായിരുന്നു അൽക്കട്രാസ് എന്ന് പറയാം. ഒന്നാമതായി, നഗരത്തിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള അതിൻ്റെ സ്ഥാനം തന്നെ. പിന്നെ തുരുമ്പെടുക്കാത്ത കട്ടിയേറിയ ഉരുക്കഴികൾ. അതിനു പുറമെ 24 മണിക്കൂറും ഇടതടവില്ലാതെ പട്രോളിംഗ് നടത്തുന്ന ഗാർഡുകൾ. ഒരു ദിവസം 12-ലധികം തവണയാണ് തലയെണ്ണൽ നടക്കുന്നത്. ഒരൊറ്റ തടവുകാരൻ പോലും അവരുടെ കണ്ണിൽ നിന്ന് ഒരു നിമിഷം പോലും മറയാതിരിക്കാൻ. എല്ലാത്തിനുമൊടുവിൽ ആ മരണക്കിണിയായ ഉൾക്കടലും. ഈ സുരക്ഷാവലയം ഭേദിച്ച് പുറത്തു കടക്കുക എന്നത് ഒരു കെട്ടുകഥയായിട്ടാണ് എല്ലാവരും കണ്ടിരുന്നത്. അസാധ്യമെന്ന വാക്കിന്റെ പര്യായം തന്നെയായിരുന്നു അൽക്കട്രാസ്. എന്നാൽ എല്ലാ അസാധ്യങ്ങൾക്കും ഒരു വെല്ലുവിളിയുണ്ടാകുമല്ലോ. അസാധ്യമെന്ന് കരുതിയ ആ സ്വപ്നം കാണാൻ ധൈര്യപ്പെട്ട 3 മനസ്സുകൾ അവിടെയുണ്ടായിരുന്നു. തകർക്കാനാവാത്ത ആ കോട്ടയെ വെല്ലുവിളിക്കാൻ തീരുമാനിച്ച, ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റിയ ആ 3 തടവുകാരെയാണ് നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നത്. ആരായിരുന്നു അവർ? ഈ രക്ഷപ്പെടലിന്റെ തലച്ചോർ ഫ്രാങ്ക് മോറിസ് ആയിരുന്നു. അതിബുദ്ധിമാൻ, ഒരുപക്ഷെ ഒരു ജീനിയസ് എന്ന് തന്നെ പറയാം. ഇതിനു മുൻപും പല ജയിലുകളിൽ നിന്നും ചാടിപ്പോകാൻ ശ്രമിച്ച, ജയിൽ സംവിധാനങ്ങളുടെ ഓരോ പഴുതും കണ്ടെത്താൻ കഴിവുള്ള ഒരാൾ. അദ്ദേഹത്തോടൊപ്പം ചേർന്നത് സഹോദരന്മാരായ ജോൺ ആംഗ്ലിനും ക്ലാരൻസ് ആംഗ്ലിനുമായിരുന്നു. അവർ മോറിസിനെ പോലെ ബുദ്ധിമാന്മാരായിരുന്നില്ല, പക്ഷേ ഏത് കഠിനമായ സാഹചര്യത്തെയും അതിജീവിക്കാൻ കഴിവുള്ളവരും കൈകൾ കൊണ്ട് ഏത് ജോലിയും ചെയ്യാൻ വിരുദുള്ളവരുമായിരുന്നു. അപ്പോൾ ബുദ്ധിയും കായികശേഷിയും ഒത്തുചേർന്നപ്പോൾ അസാധ്യമെന്ന് കരുതിയ ഒരു പദ്ധതിക്ക് ജീവൻ വെക്കുകയായിരുന്നു. അവരുടെ പദ്ധതി വെറുമൊരു ജയിൽ ചാട്ടമായിരുന്നില്ല, അതൊരു സൈനിക നീക്കം പോലെ കൃത്യവും അതിവിദഗ്ധവുമായിരുന്നു. 4 ഘട്ടങ്ങളായിട്ടാണ് അവർ അത് ആസൂത്രണം ചെയ്തത്. ആദ്യം, രാത്രിയിലെ പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടാൻ ഗാർഡുകളെ കബളിപ്പിക്കണം. അതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. രണ്ടാമതായി, സെല്ലിന്റെ ജീർണിച്ച കോൺക്രീറ്റ് ഭിത്തി തുറന്ന് പുറത്തു കടക്കണം. മൂന്നാമതായി, രക്ഷപ്പെടാനുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ജയിലിന്റെ മേൽക്കൂരയിൽ രഹസ്യമായൊരു വർക്ക്ഷോപ്പ് ഒരുക്കണം. അവസാനമായി, ആ മരണക്കടൽ കടക്കാൻ ഒരു ചങ്ങാടം നിർമ്മിക്കണം. മാസങ്ങളുടെ ക്ഷമയും അവിശ്വസനീയമായ കഠിനാധ്വാനവും പിടിക്കപ്പെടാതിരിക്കാനുള്ള ഭാഗ്യവും ഇതിനാവശ്യമായിരുന്നു. പദ്ധതിയുടെ ആദ്യപടി, ഒരുപക്ഷെ ഏറ്റവും വിചിത്രമായതും അതായിരുന്നു: ഗാർഡുകളെ കബളിപ്പിക്കുക എന്നത്. അതിനായി അവർ നിർമ്മിച്ചതാണ് ഈ ഡമ്മി തലകൾ. സോപ്പും ടോയ്ലറ്റ് പേപ്പറും പശയും ഉപയോഗിച്ച് അവർ മനുഷ്യന്റെ തലയുടെ രൂപം ക്ഷമയോടെ മെനഞ്ഞെടുത്തു. ജയിലിലെ ബാർബർ ഷോപ്പിൽ നിന്ന് രഹസ്യമായി ശേഖരിച്ച യഥാർത്ഥ മുടി അതിൽ വെച്ചുപിടിപ്പിച്ചപ്പോൾ രാത്രിയിലെ മങ്ങിയ വെളിച്ചത്തിൽ നോക്കിയാൽ പുതപ്പിനടിയിൽ ഒരാൾ ഗാഢനിദ്രയിലാണെന്നേ തോന്നൂ.
ഓരോ രാത്രിയും തങ്ങളുടെ കിടക്കയിൽ ഈ നിർജീവമായ തലകൾ വെച്ച് അവർ തങ്ങളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ജോലിയിലേർപ്പെട്ടു. ഇനി ഭിത്തി തുരക്കുന്നതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അവരുടെ കയ്യിലുണ്ടായിരുന്നത് എന്തായിരുന്നു? ഡൈനിങ് ഹാളിൽ നിന്ന് മോഷ്ടിച്ച സ്റ്റീൽ സ്പൂണുകൾ മാത്രം. അത് കോൺക്രീറ്റിൽ ഉരസി മൂർച്ച കൂട്ടി ഉളികളാക്കി അവർ ഉപയോഗിച്ചു. പിന്നീട് മോഷ്ടിച്ച ഒരു വാക്യൂം ക്ലീനറിന്റെ മോട്ടോർ ഉപയോഗിച്ച് ഒരു ചെറിയ ഡ്രില്ലും നിർമ്മിച്ചു. ജയിലിലെ മ്യൂസിക് കവറായിരുന്നു അവരുടെ രക്ഷാകവചം. എല്ലാവരും അക്കോർഡിയനും മറ്റ് സംഗീതോപകരണങ്ങളും വായിക്കുമ്പോൾ ആ ശബ്ദത്തിന്റെ മറവിൽ സ്പൂണുകൊണ്ട് ഭിത്തി തുരക്കുന്ന നേർത്ത ശബ്ദം ആരും കേട്ടില്ല. ഓരോ ദിവസവും അല്പം വീതം മാസങ്ങളോളം ഈ അപകടം പിടിച്ച പ്രക്രിയ തുടർന്നു. അവരുടെ അതിജീവനത്തിനുള്ള വഴി, അവരുടെ കപ്പൽ ഇതായിരുന്നു: റെയിൻകോട്ടുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു ചങ്ങാടം. ജയിലിൽ നിന്ന് പലപ്പോഴായി മോഷ്ടിച്ച 50-ലധികം റെയിൻകോട്ടുകൾ ഒരുമിച്ച് ചേർത്ത് ജയിലിലെ ചൂടുള്ള പൈപ്പുകളിൽ വെച്ച് ചൂടാക്കി ഒട്ടിച്ചു ചേർത്താണ് അവർ ഈ ചങ്ങാടം നിർമ്മിച്ചത്. വെള്ളം കയറാത്ത 3 പേരെ വഹിക്കാൻ ശേഷിയുള്ള ഒന്ന്. സാധാരണ വസ്തുക്കളെ അതിജീവനത്തിനുള്ള ഉപകരണങ്ങളാക്കി മാറ്റി അവരുടെ ബുദ്ധി അപാരമായിരുന്നു. അതവരുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരേ ഒരു വഴിയുമായിരുന്നു. മാസങ്ങൾ നീണ്ട ശ്വാസമടക്കി പിടിച്ചുള്ള തയ്യാറെടുപ്പുകൾക്കൊടുവിൽ ആ രാത്രി വന്നെത്തി. 1962 ജൂൺ 11. ആകാശത്ത് നിലാവുണ്ടായിരുന്നെങ്കിലും ഉൾക്കടലിൽ കനത്ത മൂടൽ മഞ്ഞുണ്ടായിരുന്നു. അവരുടെ രക്ഷപ്പെടലിന് പ്രകൃതി ഒരുക്കിയ ഒരു മറ പോലെ. ചരിത്രം വഴിമാറാൻ പോകുന്ന ആ രാത്രിയിലെ നിർണായക നിമിഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഓരോ നിമിഷവും അവരുടെ ജീവിതവും മരണവും തമ്മിലുള്ളൊരു നൂൽപാലമായിരുന്നു. രാത്രി 9:30. അവസാനത്തെ തലയെണ്ണൽ. ഗാർഡ് ടോർച്ചടിച്ചു നോക്കുമ്പോൾ മോറിസും ആംഗ്ലിൻ സഹോദരന്മാരും കിടക്കയിൽ സുഖമായി ഉറങ്ങുകയാണ്. യഥാർത്ഥത്തിൽ അത് ഡമ്മി തലകളായിരുന്നു. 10 മണിയോടെ മുൻകൂട്ടി തുറന്നുവെച്ച ദ്വാരത്തിലൂടെ അവർ ഓരോരുത്തരായി പുറത്തു കടന്ന് ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത യൂട്ടിലിറ്റി കോറിഡോറിലെത്തി. അവിടെ നിന്ന് ഇരുട്ടിൽ പൈപ്പുകളിലൂടെ മുകളിലേക്ക് വലിഞ്ഞുകയറി 11 മണിയോടെ ജയിലിന്റെ മേൽക്കൂരയിലെത്തി. തണുത്ത കാറ്റും കൊണ്ട് അവർ താഴെയുള്ള കറുത്ത വെള്ളത്തിലേക്ക് നോക്കി. 11:30 തങ്ങൾ നിർമ്മിച്ച ചങ്ങാടുമായി അവർ ഇരുണ്ട തണുത്തുറഞ്ഞ ഉൾക്കടലിലേക്ക് ഊളിയിട്ടു. അൽക്കാട്രാസിനോട് എന്നേക്കുമായി വിട പറഞ്ഞു. ഈ സമയമത്രയും ജയിലിനുള്ളിൽ എന്താണ് സംഭവിച്ചതെന്നോ? ഒന്നും സംഭവിച്ചില്ല. ഗാർഡുകൾ പതിവ് പോലെ അവരുടെ റൗണ്ട്സ് പൂർത്തിയാക്കി. ഇടനാഴികളിൽ അവരുടെ ബൂട്ട്സിന്റെ ശബ്ദം മാത്രം മുഴങ്ങി. ജയിലിലെ കനത്ത നിശബ്ദതയിൽ അസ്വാഭാവികമായി ഒന്നും അവർക്ക് തോന്നിയില്ല. ഏതാനും മീറ്ററുകൾക്കപ്പുറം 3 തടവുകാർ ചരിത്രം തിരുത്തിക്കുറിക്കുകയാണെന്ന്, അൽഖത്രാസിന്റെ അഹങ്കാരത്തെ തകർക്കുകയാണെന്ന് അവരാരും അറിഞ്ഞതേയില്ല. അതെ, അവർ ആ മൂടൽ മഞ്ഞിലേക്ക് അപ്രത്യക്ഷരായി. പിറ്റേന്ന് രാവിലെയാണ് ലോകം ആ ഞെട്ടിക്കുന്ന വാർത്തയറിഞ്ഞത്. അൽക്കട്രാസിന്റെ അജേയമായ കോട്ട ഭേദിക്കപ്പെട്ടിരിക്കുന്നു. അതോടുകൂടി FBI ചരിത്രത്തിലെ ഏറ്റവും വലുതും വിപുലവുമായ ഒരു മനുഷ്യവേട്ടയ്ക്ക് തുടക്കമായി. 3 പേർ ഒരു കോട്ടയെ കീഴടക്കി ഇരുട്ടിലേക്ക് മാഞ്ഞുപോയിരിക്കുന്നു. രാവിലെ തടവുകാരെ എഴുന്നേൽപ്പിക്കാൻ വന്ന ഗാർഡ് ക്ലാരൻസ് ആംഗ്ലിൻ അനങ്ങുന്നില്ലെന്ന് കണ്ടു. അയാൾ ദേഷ്യത്തോടെ പുതപ്പ് വലിച്ചു മാറ്റി. കണ്ടത് കിടക്കയിൽ നിന്ന് തുറിച്ചുനോക്കുന്ന ആ വിചിത്രമായ ഡമ്മി തലയാണ്. ഒരു നിമിഷം അയാൾ ഞെട്ടിത്തരിച്ചുപോയി. തങ്ങൾ എത്ര ക്രൂരമായി കബളിപ്പിക്കപ്പെട്ടുവെന്ന് അവർ തിരിച്ചറിഞ്ഞു. നിമിഷങ്ങൾക്കകം ജയിലിലെ അപായമണി ഒഗ്ലൂഷിതമായി മുഴങ്ങിത്തുടങ്ങി. അൽക്കാട്രാസ് അതിന്റെ ചരിത്രത്തിൽ ആദ്യമായി പരാജയം സമ്മതിച്ച നിമിഷമായിരുന്നു അത്. പിന്നീട് നടന്ന വ്യാപകമായ തിരച്ചിലിൽ ചില തെളിവുകൾ തീരത്തടിഞ്ഞു. അവർ ഉപയോഗിച്ചതെന്ന് കരുതുന്ന മരം കൊണ്ടുണ്ടാക്കിയ ഒരു തുഴ, ചങ്ങാടത്തിന്റെ ഭാഗമായ റെയിൻകോട്ടിന്റെ ചില കീറിയ കഷ്ണങ്ങൾ. ഏറ്റവും വിചിത്രമായത് രക്ഷപ്പെട്ടവരിൽ ഒരാളുടെ ബന്ധുക്കളുടെ ഫോട്ടോകളടങ്ങിയ ഒരു വാലറ്റായിരുന്നു. അതൊരു പ്ലാസ്റ്റിക് കവറിലിട്ട് വെള്ളം കയറാത്ത നിലയിലാണ് കണ്ടെടുത്തത്. അവർ കരപറ്റാൻ ശ്രമിച്ചു എന്നതിന്റെ സൂചനയായിരുന്നോ ഇത്? അതോ അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ അവർ ഉപേക്ഷിച്ചതാണോ? ഈ തെളിവുകളെല്ലാം ആ ദുരൂഹത വർദ്ധിപ്പിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്തില്ല. വർഷങ്ങൾ നീണ്ട ഫലമില്ലാത്ത അന്വേഷണത്തിനൊടുവിൽ FBI ഒരു ഔദ്യോഗിക നിഗമനത്തിലെത്തി. ഫ്രാങ്ക് മോറിസും ആംഗ്ലിൻ സഹോദരന്മാരും ആ തണുത്ത രാത്രിയിൽ ഉൾക്കടലിലെ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് മുങ്ങി മരിച്ചിരിക്കാം. അതായിരുന്നു ഏറ്റവും യുക്തിസഹമായ വിശദീകരണം. പക്ഷേ അതിനൊരു പ്രധാന പ്രശ്നമുണ്ടായിരുന്നു. ആഴ്ചകളും മാസങ്ങളും തിരിഞ്ഞിട്ടും 3 പേരിൽ ഒരാളുടെ പോലും മൃതദേഹം കണ്ടെത്താനായില്ല. അതോടെ അവർ രക്ഷപ്പെട്ടിരിക്കാമെന്ന വിശ്വസിക്കാൻ പ്രയാസമുള്ള ആ വാദത്തിന് ശക്തിയേറി. ആ രക്ഷപ്പെടലിന് ശേഷം പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. അൽക്കാട്രാസ് ജയിൽ അടച്ചുപൂട്ടി അതൊരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറി. പക്ഷേ ആ ചോദ്യം ഒരു പ്രേതത്തെ പോലെ ആ ദ്വീപിൽ ഇന്നും അലഞ്ഞു തിരിയുന്നു. അവർ ശരിക്കും രക്ഷപ്പെട്ടോ? ആ 3 പേർക്കും എന്ത് സംഭവിച്ചു? കാലം മായ്ക്കാത്ത ആ ഇതിഹാസത്തിന്റെ അവസാന അധ്യായം ഇനിയും എഴുതപ്പെട്ടിട്ടില്ല. കാരണം അവർ അതിജീവിച്ചു എന്നതിന് ചില വിചിത്രമായ സൂചനകൾ പലപ്പോഴായി പുറത്തു വന്നിട്ടുണ്ട്. തെളിവുകൾ പലതായിരുന്നു, ഒന്നും ഉറപ്പില്ലാത്തവ. അവർ രക്ഷപ്പെട്ട രാത്രിയിൽ സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് നീല നിറത്തിലുള്ള ഒരു ഷെവർലെ കാർ 3 പേർ ചേർന്ന് മോഷ്ടിച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. തുടർന്നുള്ള വർഷങ്ങളിൽ അവരെ പലയിടത്തും കണ്ടതായി കിംവദന്തികൾ പരന്നു.
ഏറ്റവും ഹൃദയസ്പർശിയായ തെളിവ് ആംഗ്ലിൻ സഹോദരന്മാരുടെ അമ്മയ്ക്ക് വർഷങ്ങളോളം അവർ മരിച്ചെന്ന് ഔദ്യോഗികമായി അറിയിച്ചതിനു ശേഷവും അജ്ഞാത കേന്ദ്രങ്ങളിൽ നിന്ന് ക്രിസ്മസ് കാർഡുകളും പൂക്കളും ലഭിച്ചിരുന്നു എന്നതാണ്. പിന്നീട് 2013 താൻ 83 വയസ്സുള്ള ജോൺ ആംഗ്ലിൻ ആണെന്നും ക്യാൻസർ ബാധിച്ച് മരിക്കുകയാണെന്നും അവകാശപ്പെട്ട് ഒരാൾ പോലീസിനയച്ച കത്തും ഈ ദുരൂഹതയുടെ ആഴം കൂട്ടി. ഏറ്റവും രസകരമായ, ഒരുപക്ഷേ അവിശ്വസനീയമായ കാര്യമെന്തെന്നാൽ US മാർഷൽ സർവീസ് ഈ കേസ് ഇന്നും ഔദ്യോഗികമായി അവസാനിപ്പിച്ചിട്ടില്ല എന്നതാണ്. 60 വർഷങ്ങൾക്കിപ്പുറവും ഫ്രാങ്ക് മോറിസും ആംഗ്ലിൻ സഹോദരന്മാരും മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ തുടരുന്നു. അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 80കളിലോ 90കളിലോ എത്തിയ അവർ എങ്ങനെ ഇരിക്കുമെന്ന് കാണിക്കുന്ന പ്രായം കൂട്ടിച്ചേർത്ത കമ്പ്യൂട്ടർ ചിത്രങ്ങൾ അധികാരികൾ ഇടയ്ക്കിടെ പുറത്തുവിടാറുണ്ട്. അവർ രക്ഷപ്പെട്ടു എന്നത് ഒരു സാധ്യതയായി നിയമം പോലും അംഗീകരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. അപ്പോൾ ആ ചോദ്യം നമുക്ക് മുന്നിൽ ഒരു സ്മാരകം പോലെ അവശേഷിക്കുകയാണ്. മനുഷ്യന്റെ ഇച്ഛാശക്തിയും അസാമാന്യമായ ബുദ്ധിയും കൊണ്ട് അസാധ്യമെന്ന് ലോകം വിധിയെഴുതിയൊരു കോട്ടയെ അവർ കീഴടക്കിയോ? സ്പൂണുകൾ കൊണ്ട് പാറ തുരന്ന്, റെയിൻകോട്ടുകൾ കൊണ്ട് കടൽ കടന്ന് അവർ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചോ? ഒരു പക്ഷേ ഉത്തരം നമുക്ക് ഒരിക്കലും കിട്ടിയെന്നു വരില്ല. ഉത്തരം കിട്ടാത്ത ഈ ചോദ്യം തന്നെയാണ് അൽക്കാട്രാസ് രക്ഷപ്പെടലിനെ ചരിത്രത്തിലെ ഒരു മായാത്ത ഇതിഹാസമാക്കി മാറ്റുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി കാണാം. കണ്ടതിന് നന്ദി. തുടർന്നും കാണുക.